വായ്നാറ്റം, പല്ലുവെളുപ്പ്, മോണയുടെ പ്രശ്നം, അതായത് മോണയിൽ നിന്ന് രക്തം വരിക, മോണയിലെ പഴുപ്പ്, ക്യാവിറ്റി, ഇങ്ങനെ തുടങ്ങിയ വായു രോഗങ്ങൾ ഇന്ത്യയിലെ 89.6% പേർക്ക് ഉണ്ട് എന്നുള്ളതാണ് NOHB റിപ്പോർട്ട് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാ പേരും പല്ല് തേക്കുന്നവരാണ്. എന്നിട്ട് ഇത് സംഭവിക്കുമ്പോൾ അവിടെ എന്തോ ഒരു തെറ്റില്ലേ? ഇത് എനിക്ക് മനസ്സിലായത് 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. കാരണം എൻ്റെ വായിൽ ചെറിയൊരു പ്രശ്നം കണ്ടു തുടങ്ങിയപ്പോൾ. അങ്ങനെയാണ് ഈ ടൂത്ത് പേസ്റ്റിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, SLS തുടങ്ങിയ ചില സാധനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ ഇടയായതും. അങ്ങനെയാണ് 20ഓളം നാച്ചുറലായ ഇൻഗ്രീഡിയൻസുകൾ തിരഞ്ഞെടുക്കുകയും പേഴ്സണൽ ആവശ്യത്തിനായി ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുക. മിസ്വാക്ക്, അതിമധുരം, ക്ലോവ്, റോക്ക് സാൾട്ട്, വിർജിൻ കോക്കനട്ട് ഓയിൽ, കാശ്മീരി ഹണി തുടങ്ങിയ 20ഓളം സാധനങ്ങൾ വെച്ചാണ് ആദ്യമായിട്ട് ഈ ടൂത്ത് പേസ്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി. ആദ്യം ഞാൻ ഉപയോഗിച്ചു, പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ പല സുഹൃത്തുക്കളും ഇത് ട്രൈ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്ന കാലത്ത് ഞാൻ എൻ്റെ ജോലിയുമായിട്ട് വിദേശത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരികെ വന്നപ്പോഴാണ് ഈ 89.6% പേർക്ക് ദന്തരോഗം ഉള്ളത് ഒരു വലിയ പ്രശ്നമാണെന്നും നാട്ടിൽ പലർക്കും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ലോഞ്ചിന് മുന്നേ ആയിട്ട് എല്ലാ ക്ലിനിക്കൽ ട്രയലുകളും ഇത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് മാർക്കറ്റിൽ വന്നതിന് ശേഷം വളരെയധികം ആൾക്കാർ നമ്മളോട് അവരുടെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർക്കുണ്ടായ ഗുണങ്ങളെക്കുറിച്ച്. അതെ, ഈ പ്രോഡക്റ്റ് അങ്ങനെ തന്നെയാണ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓരോരുത്തർ അവരുടെ അനുഭവം പറയുമ്പോഴും നമ്മൾ അതിനെ കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ഒരു പ്രോഡക്റ്റിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ അടുത്തായി നമ്മുടെ തിരുവനന്തപുരത്തെ PMS ഡെന്റൽ കോളേജിൽ പെരിയോഡോണ്ടിറ്റിസ് പേഷ്യന്റിൽ മോണപ്പഴുപ്പും വായ്നാറ്റവും വളരെ കലശലായുള്ള പേഷ്യൻസിനാണ് ഇത് കൊടുത്തത്. അതിന് കുറേ പ്രൊസീജിയറുകളുണ്ട്. ആദ്യം അവരിൽ നിന്ന് സാമ്പിൾ എടുക്കും, പിന്നെ അവർ ഉപയോഗിക്കും, അപ്പോൾ അതിൽ വരുന്ന പുരോഗതി വിലയിരുത്തും. അങ്ങനെ ആ ഒരു ക്ലിനിക്കൽ ട്രയലിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം 1 മാസം കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല റിസൾട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്കിന്ന് മോണരോഗമുള്ളവർക്കും അത് വരാതിരിക്കുന്നതിനും എഡിനോറ വളരെ പെർഫെക്റ്റ് ആണെന്ന് ക്ലിനിക്കലി പ്രൂവൺ ആണ്. നിങ്ങൾക്കിപ്പോൾ എഡിനോറ.in നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എഡിനോറ അവൈലബിൾ ആണ്. ഇതൊരിക്കലും ഡെന്റിസ്റ്റിനെ കാണാതെ ദന്തരോഗം മാറുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഡെന്റിസ്റ്റിനെ കാണേണ്ട കാര്യങ്ങൾ ഡെന്റിസ്റ്റിനെ കാണുക തന്നെ വേണം. പക്ഷെ പേസ്റ്റ് എന്നുള്ള നിലയിൽ ഇത് സൂപ്പറാണ്, അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്.